ഇന്ന് ഞങ്ങളുടെ കാറിൻ്റെ ഡെലിവറിയാണ്. അപ്പോൾ അതിനായിട്ട് ഞങ്ങളെല്ലാവരും കൂടി ബസ്സിൽ കാറ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങളെ വീടിൻ്റെ പടിക്കൽ തന്നെ ബസ് കയറിയത് അയ്യപ്പ ബസ്സാണ്. അപ്പോൾ 4 സീറ്റിലായിട്ടാണ് ഞങ്ങളെല്ലാവരും ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ റെഡ് ഡ്രസ്സ് ധരിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും പോകുന്നത് വീട്ടിൽ നിന്ന്. അപ്പോൾ കൊക്കാലയിലാണ് കാറിൻ്റെ ഷോറൂം. അപ്പോൾ കൊക്കാലയിലെത്തി. ഷോറൂം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് ഷോറൂം. അപ്പോൾ അവിടേക്ക് ബസ് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഹസ്ബൻഡും മോനും ഇതേ ഫ്രണ്ടിൽ വേഗം സ്പീഡിൽ നടക്കുന്നുണ്ട്. ഞാനും മോളും പതുക്കെ ബാക്കിൽ കൂടെ. റോഡ് ക്രോസ് ചെയ്ത് ഷോറൂമിൻ്റെ അടുത്തേക്കായിട്ട് നടക്കുകയാണ്. ഷോറൂം എത്തി. ഞങ്ങൾ വരാൻ വേണ്ടി അവരവിടെ വെയിറ്റ് ചെയ്ത് പതുക്കെയാണ് ഞാനും മോളും വരുന്നത്. അപ്പോൾ ഷോറൂമിലേക്ക് കിടക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഷോറൂമിൽ കയറി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അവിടെ കുറച്ച് പ്രൊസീജിയേഴ്സും കൂടി ഉണ്ട് അവിടെ. അതും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കാറ് ഓപ്പൺ ചെയ്ത് കിട്ടുക. അപ്പോൾ കാറ് ഓപ്പൺ ചെയ്യാനായിട്ട് ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതാ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. റെഡ് കളറിലുള്ള കാറാണ്. മാരുതിയുടെ ഫ്രോൺസാണ് എടുത്തത് കേട്ടോ. അപ്പോൾ റെഡ് കളറിലുള്ള കാറായതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും റെഡ് തീം ചൂസ് ചെയ്തത് കേട്ടോ, ഡ്രസ് കോഡായിട്ട്. അപ്പോൾ കാറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കീ ഞാൻ ഫസ്റ്റ് വാങ്ങുന്നു. ഒറിജിനൽ കീ മോള് വാങ്ങുന്നു. പിന്നെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, അത് മോൻ വാങ്ങുന്നു. അപ്പോൾ ജോണാണ് നമ്മുടെ എക്സിക്യൂട്ടീവ്. ഞങ്ങളത് കഴിഞ്ഞിട്ട് കുറച്ച് കുശലൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്, ജോണും വിനീഷും അവരായിട്ട്. കുറച്ച് ഫോട്ടോഷൂട്ടുണ്ട്. ഹൈറ്റിലുള്ള ആളാണ് ജോൺ കേട്ടോ. ഹൈറ്റ് കുറഞ്ഞ ആൾ വിനീഷ്. ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് മോളുടെ പേരിലാണ് കാർ എടുത്തേക്കുന്നത്. അപ്പോൾ അവിടെ പേരും ഇതൊക്കെ ഒട്ടിച്ചിട്ടുണ്ടാണ്. അപ്പം അതിൻ്റെ മുന്നിൽ നിന്നൊരു ഫോട്ടോ കൂടി എടുക്കാണ്. കാറിൻ്റെ കളറൊക്കെ സെലക്ട് ചെയ്തത് ഞാനാണ് കേട്ടോ. കാറിൻ്റെ നമ്പർ സെലക്ട് ചെയ്തതും ഞാൻ തന്നെയാണ്. പിന്നെ ഈ കാറ് സ്റ്റാർട്ടാക്കാൻ പോകണം. അപ്പോൾ ഓട്ടോമാറ്റിക് കാറാണ്. ഡെൽറ്റ പ്ലസ്, ഫ്രോൺസിൻ്റെ ഡെൽറ്റ പ്ലസ്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഓടിക്കാൻ അത്ര പരിചയമില്ല. അപ്പോൾ അവരൊക്കെ വിവരിച്ച് തരുന്നുണ്ട് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ റെഡ് തീമിൽ വരാമെന്ന് വെച്ചത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ എടുത്ത് എല്ലാവരും റെഡ് ഡ്രസ്സുകളെല്ലാം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഡ്രസ്സ് ചെയ്ത് ബസ് വരുമ്പോഴേക്കും ഓടി ചാടി കയറി പോകുന്നതാണ്. ഏകദേശം 5 മണി 4:45 മണി സമയമാണ് കേട്ടോ. ഞങ്ങൾ തൃശ്ശൂർ എത്തിയപ്പോൾ 6 മണിയൊക്കെ 6 മണി കഴിഞ്ഞിട്ടായിരിക്കും ഡെലിവറി എന്ന് വെച്ചിട്ട് ഞങ്ങൾ വെറുതെ തിരക്കൊന്നും പിടിക്കാണ്ട് വീട്ടിലിരിക്കുകയാണ്. അപ്പോഴാണ് അവർ പെട്ടെന്ന് ആയോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചത്. അപ്പം പിന്നെ പെട്ടെന്ന് ഓടി പോരേണ്ട വന്നു വീട്ടിൽ നിന്ന്. കാറ് സ്റ്റാർട്ടാക്കി കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഇപ്പോൾ കാറിൽ കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി അപ്പം എടുത്തോ, ഇനി അച്ഛൻ എടുക്കണം. എനിക്കാണ് കാറിൻ്റെ കളറ് റെഡ് തന്നെ വേണം. കുറച്ച് സമയം ഞങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ട് വേണ്ടി വന്നു വെയിറ്റ് ചെയ്യാൻ, കാറ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ. പതുക്കെ ഓപ്പലൻ്റ് റെഡ് എന്നാട്ടാ ഈ റെഡിനെ പറയാം. കാറ് മൂവ് ചെയ്തു.
കുറച്ച് ഫോട്ടോസും കൂടിയും ഇവരെ കൂടെ എടുക്കാനുള്ളത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുള്ളൂ. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് അവരുടെ ഷോറൂമിൻ്റെ കോട്ടയാടിലേക്ക് വണ്ടി ഒന്ന് ഇറക്കി ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസും കൂടി എടുത്ത് കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോണത്. കാറിൻ്റെ നമ്പർ ഫാൻസി നമ്പറായിട്ടാണ്. ആദ്യം വേറെ എൻ്റെ നമ്പറാണ് ഞാൻ സെലക്ട് ചെയ്തത്. പക്ഷേ ആ നമ്പർ വേറെ ആൾക്കാർ ചൂസ് ചെയ്ത് തന്നു. പിന്നെ ഞങ്ങളത് വേണ്ടെന്ന് വെച്ച് വേറെ അടുത്ത നമ്പർ ഈ നമ്പറായിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തതാണ്. നമ്പർ പ്ലേറ്റ് കിട്ടിയിട്ട് ഞങ്ങൾ വണ്ടി ഷോറൂമിൽ നിന്ന് കൊണ്ടുവരണുള്ളതെന്ന് വിചാരിച്ചിരിക്കുന്നത്. അതാണ് ഇത്രയും കുറച്ചും കൂടി ലേറ്റായത് നമ്പർ പ്ലേറ്റ് അടിച്ച് കിട്ടാനായിട്ട്. പിന്നെ നെക്സയുടെ ഷോറൂമിൽ നിന്ന് നമുക്ക് കുറച്ച് ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അത് 2 ടീ നെക്സയുടെ 2 മഗ്ഗാണ് കേട്ടോ. ഒരു ബ്ലാക്കും ഒരു വൈറ്റും. പിന്നെ ചെറിയൊരു ഫ്ലാസ്കും ഉണ്ട് അതിൻ്റെ കൂടെ. പിന്നെ കിട്ടിയ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ കാറിൻ്റെ ഉള്ളൊക്കെ വൃത്തിയാക്കാനായിട്ട് നമുക്കൊരു വാക്വം ക്ലീനറാണ്. അത് കാറിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. വാക്വം ക്ലീനറും കിട്ടി. ഇത്രയാണ് കാറിൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാറും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.